ചേട്ടൻ്റെ സിനിമ അടുത്ത കാലത്തെങ്ങാൻ നടക്കുമോ? അതെന്താ സംശയം? അല്ല, 2-2.5 വർഷമായി, അതുകൊണ്ടാ. എന്നാ തുടങ്ങല്ലേ? ഉവ്വ്, എന്നാ നേരം കളയാണ്ട്. ഈ മാസം തന്നെ സിനിമ റിലീസ് ചെയ്യും. ശരിയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള കുറെ സംഭവങ്ങൾ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ അടുത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നു. ആ ഡിഗാമ കൊട്ടാരത്തിനകത്തെ ഒരാട്ടാറ് ഭൂതമുണ്ട്. എന്റെ ഹൃദയത്തിലും ചിന്തയിലും ഒക്കെ അപ്പൊ സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലക്കോട്ടെ വാലിബിന് ശേഷം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പാടി അഭിനയിച്ച ബറോസിന്റെ ഓഡിയൻസ് റെസ്പോൺസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സർ നിറഞ്ഞു സർ. ഇത് പക്ക പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ്. ഫാൻസാർ ആർപ്പ് വിളിക്കാൻ, അതായത് ലാലേട്ടന് മുണ്ടോടക്കി കുത്തി മീശ വരിയിൽ അതും പ്രതീക്ഷ പോരുത്. അതൊരു സത്യം മാത്രം. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ഇത് പക്ക ഒരു ഫാന്റസി പിള്ളേർക്ക് വേണ്ടിയുള്ള. എന്റെ കാര്യത്തിൽ പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. തുഴഞ്ഞ ദിക്കിലേക്ക് ഒരിക്കലും എന്റെ തോണി സഞ്ചരിച്ചിട്ടില്ല. ഇപ്പൊ ദിശ നോക്കാതെ ഞാൻ അതിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള പടമാണ്. ടെക്നിക്കലി അത്യാവശ്യം നല്ല ഒരു പക്ക ഫാന്റസിയാണ്. മേക്കിങ്ങിലും ആർട്ട് വർക്ക് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയാ നിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തെ പൂട്ട്. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. ഫാന്റസി നല്ല വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. അതായത് ബേസിക് പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും അവധി ദിവസമാണ്. അപ്പൊ പിള്ളേർക്ക് കാണാൻ പറ്റിയ പടമാണ്. പിള്ളേർക്ക് സത്യം എന്താ പറയുക, ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ്. ഡയറക്ഷൻ, ഒരു ഡെബ്യൂട്ട് ഡയറക്ടറിന്റെ ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമ എന്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. ഞാൻ ജീവിതത്തിൽ കണ്ടതും സിനിമയിൽ കണ്ടതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു കഥയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അതൊരു സാധാരണ സിനിമയായ പോരാ, ഒരു ഗംഭീര സിനിമ ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അഭിനയൊക്കെ നൈസ് അല്ലേ? ഈ റോൾ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ റോളിന്റെ പ്രത്യേകത. ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജ്ജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പടമാണ്. പിന്നെ നമുക്കിപ്പം ലാലേട്ടന് എന്താണ് വർക്ക് എന്ന് കാണാൻ വേണ്ടിയുള്ള മുതിർന്നവർക്കും കൂടെ കയറാം. അങ്ങനത്തെ ഒരു വർക്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടടാ. നീ സിനിമ ചെയ്യണം. പറയുകയാണെങ്കിൽ 100% സക്സീഡ് ആയിട്ടുണ്ട്. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. 3D എഫക്ട് എനിക്ക് ഉറപ്പാ ഉദയേട്ടൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി മാറും. നല്ലൊരു തിയേറ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം അതേപോലെ ഒബ്ജക്ട്സ് ഒക്കെ അടുത്ത് വരുന്ന, അല്ലെങ്കിൽ എവിടെ നിർത്തണം എവിടെ തുടങ്ങണം നന്നായിട്ട് അറിയാം. ഭയങ്കര നമുക്ക് പറയില്ല, ഒരു 3D പ്രധാനമായിട്ട് വേണ്ടത് ഒരു ഇമ്മൻസ് ഭയങ്കര ഇൻഡെക്സ് ഫീലിംഗ് അത് കിട്ടുന്നു. എന്നടാ പെരിയ എംജിആറാ നീ, തലൈവരാ തലയാ. ഡയറക്ഷൻ വൈസ് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല അടിപൊളി പടമാണ്. പക്ഷേ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റോറി വൈസ് കുറച്ച് വീക്കായി പോയി. പലരും ചോദിക്കുന്നത് ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ആദ്യത്തെ സംവിധാന സംരംഭം എങ്ങനെയുണ്ട്? 3D പടം ഭയങ്കരമായിട്ട് നമ്മളെല്ലാരും കണ്ടിരിക്കേണ്ട പടം, ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? അതായത് നമ്മളൊരു 40 വർഷത്തോളം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് വിസ്മയിപ്പിച്ച ലാലേട്ടൻ ഇപ്പോൾ നമ്മുടെ ക്യാമറ പിന്നിൽ നിന്ന് വിസ്മയിച്ചിട്ടുണ്ട്. കടേ 3Dയുടെ എല്ലാ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് ആണ്. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. രണ്ട് സോങ് എന്തേ ഉള്ളൂ, 2 സോങ് ആണുള്ളത്. എല്ലാം കൊള്ളാം, അത്യാവശ്യം നന്നായിട്ട് പാടും, കുഴപ്പമില്ല. 3D എങ്ങനെയുണ്ട്? 3D ആണെങ്കിലേ Like you said, it's just a beginning. ഞാൻ പോകുന്നു. ബൈ ബൈ.